ഹലോ, അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ വിശിഷ്ടമായിട്ടുള്ള ആദിശങ്കര ജന്മഭൂമി ക്ഷേത്രത്തിലോട്ടാണ്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊച്ചി എയർപോർട്ടിന്റെ 6 കിലോമീറ്റർ ചുറ്റളവിലാണ്. അപ്പൊ നമുക്ക് അമ്പലത്തിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ? വരും. അപ്പൊ നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ എൻട്രൻസിൽ നമുക്ക് ആദിശങ്കരാടി അദ്ദേഹത്തിന്റെ വലിയൊരു വിഗ്രഹം തന്നെ നമ്മുടെ ബാക്കിൽ കാണാം. നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പഴയ കാലത്ത് ഉണ്ടായിരുന്ന നമ്മുടെ കിണർ, ആ ഒരു കിണറൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും പറ്റിയിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. അതോടൊപ്പം തന്നെ ഒരുപാട് ചെടികളും പൂക്കളും ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഇവിടെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് അമ്പലത്തിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് വന്നിരിക്കാനും തൊഴാനും പറ്റിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. വന്നിട്ട് നമ്മള് ഈ അറ്റം വരെ വെള്ളം കയറി ഇവിടെ കണ്ടോ പുഴയാണ്. ഇത് വന്നിട്ട് കാലടി ദിവസത്തിന്റെ തന്നെ ശ്രീകൃഷ്ണ ടെമ്പിളാണ്. ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറുന്നതാണ് കേട്ടോ. ഇതിനകത്തും ഉള്ളിൽ നമുക്ക് ഫോൺ അലൗഡ് ആണോ എന്ന് അറിയില്ല. ആണെങ്കിൽ നമുക്ക് ഇവിടെ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് വിശേഷിക്കുന്നത്. നമ്മൾ ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ള ഒരു മുതലക്കടവാണ്. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല. ഇപ്പം മുതലുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണ ഇല്ല.